നമ്മൾ നാലാൾ ദ്വാരുന്നതുകൊണ്ട് ഇറാൻ യുദ്ധം നടക്കാതിരിക്കാൻ മൂല്യരേൻ. ഇറാൻ യുദ്ധം നടക്കണടോ. ഇറാൻ യുദ്ധം നടന്നിട്ടില്ലെങ്കിൽ മഹ്ദിമാമ വരുമോ? മഹ്ദിമാമ വരണ്ടേ? ഇറാൻ യുദ്ധം നടന്നോട്ടടോ. നടക്കാൻ വേണ്ടി പറയല്ല, നടക്കാതിരിക്കാൻ വേണ്ടിയും പറയല്ല, നടക്കുമല്ലോ. ഇറാൻ യുദ്ധം നടക്കും. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. നടന്നേ തീരൂ. അത് അറബ് ലോകത്തിന്റെ ചിത്രം നശിപ്പിക്കുന്ന യുദ്ധമായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. യാതൊരു സംശയം വേണ്ട, അത് വമ്പൻ ഭയാനകമായിരിക്കും. ഇറാനിൽ യുദ്ധം പൊട്ടിയല്ലടാ കഞ്ഞുകുടി മുടങ്ങും. ബ്രോസ്റ്റല്ല, കഞ്ഞുടിച്ചൂല. മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രയാസവും അതിന്റെ പറയാൻ കഴിയില്ല. ആ യുദ്ധത്തിൽ ഇറാൻ തകരും. ആരെ പറഞ്ഞു? ഞാനാ പറഞ്ഞു. നിങ്ങളോട് ആരെ പറഞ്ഞു? എന്നോട് മുത്തുനബി പറഞ്ഞു. മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്നോടത് മുത്തുനബി പറഞ്ഞു. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇറാനുമായി യുദ്ധം നടക്കും. അത് ഭയങ്കര യുദ്ധമായിരിക്കും. ആ യുദ്ധത്തിന്റെ അവസാനം ഇറാൻ തകരും. പക്ഷെ ഇറാൻ മാത്രമല്ല തകരുക, മിഡിൽ ഈസ്റ്റിലെ അനവധി രാജ്യങ്ങൾ തകരും. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഇറാനെതിരെ യുദ്ധത്തിൽ വരും. അവർ ഇറാനെ തകർക്കും. സുമ്മ യഖ്ദിറൂന, പിന്നെ അവർ നിങ്ങളെ ചതിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ പറഞ്ഞത്? അവർ ഇറാനെ മാത്രമല്ല തകർക്കുക, അവർ കാരണം അറബ് ലോകം മുഴുവനും തകർന്നു. ഇപ്പൊ എല്ലാവരും പറയുന്നത് മഹ്ദിമാമ അടുത്ത് വരുന്നാണ്. മഹ്ദിമാമ വരുന്നല്ലടാ, ബെരണ്ടെന്ന് പറയണ എങ്ങായി. മഹ്ദിമാമ വരുന്ന് പറയുന്നേക്കാൾ നല്ല ബെരണ്ടെന്ന് പറയലാണോടോ. അതിന്റെ മൂല്യം എങ്ങനെ ഞങ്ങൾ പറയുന്നത്? ലാ യഖ്റുജുൽ മഹ്ദി ഹത്താ യസൂല മുൽകുൽ അറബ്. അറബ് ലോകത്തിന്റെ മുഴുവനും അധികാര രാജ്യങ്ങൾ നഷ്ടപ്പെടാതെ മഹ്ദി പുറത്തു വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ബെരണ്ടോ ബെരണ്ടേ പറ. നമ്മളിങ്ങനെ ബ്രോസ്റ്റൊക്കെ തിന്നിങ്ങനെ ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ നമ്മളും നമ്മളെ പെണ്ണുങ്ങളും കല്യാണത്തിൽ ഇങ്ങനെ ഉടുത്തും മാറ്റി ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ മഹ്ദി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വരിക. അവിടുന്ന് കൊയലിൽ പെട്ടി ഇങ്ങനെ ഉണ്ടാക്കുക. മഹ്ദി ഇങ്ങനെയാണ് വരിക. പോയടപ്പാണ് നോക്കിയിട്ട് ലാ യഖ്റുജുൽ മഹ്ദി, മഹ്ദി പുറത്തു വരികയില്ല. ഹത്താ യസൂല മുൽകുൽ അറബ്, അറബ് രാജ്യത്തിന് ഒരു രാജ്യത്തിനും അധികാരം നഷ്ടപ്പെടാതെ ഒരു രാജ്യം ഉണ്ടാവില്ല. ആര് വരുമ്പോൾ? മഹ്ദി വരുമ്പോൾ എന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ പറയല്ലടാ, ഇത് മുത്തുനബി പറയണം. ഇത് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇനിച്ച് പറയാം മഹ്ദി വരണോ വരണ്ടേ? വന്നിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ പപ്പടം പൊരിച്ച് തിന്നതിൻ്റെ അടിയിൽ വരുന്ന ആളല്ല ആര്? മഹ്ദി. കഷ്ടപ്പെട്ട അവസാനം വരുന്ന ആളാണ്. അള്ളാഹുവിലേക്ക് മടങ്ങൽ നമുക്ക് നല്ലതാണ്. വളരെ വലിയ പ്രതിസന്ധി വരാൻ പോവാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. കേൾക്ക്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഒരു ചോദ്യം, മൂല്യരെ, നമ്മൾ ദ്വാരുന്നാലും ഇതൊക്കെ നടക്കൂലേ? നടക്കും. പക്ഷേ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം പറഞ്ഞ മതിയോ? നമ്മളെ ദ്വാരക്ക് തിരിഞ്ഞില്ല. നമ്മൾ ദ്വാരുന്നാലും ഇതൊക്കെ നടക്കൂല മൂല്യരെ? നടക്കും. പക്ഷേ മനസ്സിലായില്ല. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുണ്ടോ? പ്രളയം വന്നാൽ അത് ചേമ്പിന്റെ മറ്റും വരൂലേ? ഒന്ന് പറ മനുഷ്യ. പ്രളയത്തിന്റെ മഴ പെയ്താൽ അത് ചേമ്പിന്റെ ഇലയിലേക്കും വരൂലേ? ചേമ്പ്, ചേമ്പ്, ബഹുമാനപ്പെട്ട ചേമ്പ് അറിയില്ലേ? പറയും മനുഷ്യന്മാരെ, ചേമ്പ്. ആ വലിയ തൂഫാന്റെ വെള്ളം ഇങ്ങനെ പെയ്യുമ്പോ അത് ചേമ്പിന്റെ ഇലയിലേക്ക് വരൂലേ? വരും. പക്ഷെ ഒലിക്കാനുള്ള വാക്ക് വരെ പറയല്ലേ? തോട്ടുമെഴുതൂ നനവ് പോലും ഉണ്ടാവില്ല. എല്ലാ പ്രതിസന്ധിയിലും അള്ളാഹു തആല തന്നെ സംരക്ഷിക്കും. പ്രതിസന്ധി വരേണ്ടത് തന്നെയാണ്. കാരണം ഈ ലോകം മാറിപ്പണിയേണ്ടതുണ്ട്. പ്രതിസന്ധികൾ നടന്നേ തീരൂ. അത് എന്നെ ബാധിക്കൂല. നീയും തമ്മിലും അവിടെ കമ്മ്യൂണിക്കേഷൻസ് വൃത്തിയാക്കിയാൽ. മനസ്സിലായോ പറഞ്ഞത്? അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈരാ പറഞ്ഞു. നമ്മൾ നാലാൾ ദ്വാരുന്നതുകൊണ്ട് ഇറാൻ യുദ്ധം നടക്കാതിരിക്കാൻ മൂല്യരേൻ. ഇറാൻ യുദ്ധം നടക്കണടോ. ഇറാൻ യുദ്ധം നടന്നിട്ടില്ലെങ്കിൽ മഹ്ദിമാമ വരുമോ? മഹ്ദിമാമ വരണ്ടേ? ഇറാൻ യുദ്ധം നടന്നോട്ടടോ. നടക്കാൻ വേണ്ടി പറയല്ല, നടക്കാതിരിക്കാൻ വേണ്ടിയും പറയല്ല, നടക്കുമല്ലോ. മനസ്സിലായില്ല? മനസ്സിലാവുണ്ടോ പറഞ്ഞത്?
നിങ്ങളാരും നേരം വെളുക്കുന്നവരെ ഇവിടുന്ന് പോകാതിരിക്കട്ടെ എന്ന് ഞാൻ ദ്വാരന്നിട്ട് എന്താ കാര്യം? ഞാനൊരു 1/2-3 മണിക്കൂർ വയൽ പറഞ്ഞാൽ നിങ്ങളിരിക്കും, പിന്നെ നിങ്ങൾ ഓരോരുത്തരെന്താവും പറ. നിങ്ങളിങ്ങനെ ഇരിക്കണ കണ്ടിട്ട് ഞാനെന്തിനാ വഞ്ചിതനാണ്? പടച്ചോനെ റബ്ബേ നേരം വെളുക്കോളം പോകാതിരിക്കട്ടെ എന്ന് ദ്വാരന്നിട്ട് ഒരു കാര്യമല്ല. നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പോവും, നിങ്ങൾ പോകും വേണം, അല്ലെങ്കിൽ പൊരിലുള്ളവർക്ക് പേടിയാവൂലേ? എനിക്ക് എന്തേ പടച്ചോൻ ചെയ്തു തരണ്ടുള്ളൂ. നിങ്ങളെല്ലാവരും എന്നെ ഇവിടുന്ന് ഒറ്റക്കിട്ട് പോയാലും പേടിയില്ലാതെ ഉണ്ടാക്കി തരിക. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ നിങ്ങളെല്ലാവരും പോയി പള്ളിയിൽ, പിന്നെ വട്ടക്കിണർ പള്ളിയിൽ ഒരൊറ്റാളുണ്ടായില്ല. എന്നിട്ടോ എനിക്കൊന്നോട്ട് ഒറ്റയുമില്ല. അന്ന് രാത്രിയാണ് എൻ്റെ ഏറ്റവും വലിയ ഇബാദത്ത് നടന്നത്. അപ്പൊ എനിക്ക് തോന്നി എൻ്റെ പിറ്റേ നേരം വെളുത്താൽ ഒരു പോയത് നന്നായി. മനസ്സിലായോ? കുറച്ചാലും കഴിഞ്ഞാൽ ഇറാൻ യുദ്ധം നടന്ന് നന്നായി, നമുക്കൊന്നും പറ്റില്ല. മനസ്സിലാവുണ്ടോ? പറയാൻ മനസ്സിലാവുന്നുണ്ടോ? നടന്നേ തീരൂ. ഇറാൻ യുദ്ധം നടക്കും. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. നടന്നേ തീരൂ. നാളെ നടക്കുന്നല്ല, നാളെ നടക്കൂലെന്നല്ല, നടക്കും. അത് അറബ് ലോകത്തിന്റെ ചിത്രം നശിപ്പിക്കുന്ന യുദ്ധമായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. യാതൊരു സംശയം വേണ്ട, അത് വമ്പൻ ഭയാനകമായിരിക്കും. അള്ളാഹു നമ്മെ കാക്കട്ടെ. അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. അത് മാറ്റി തിരുത്താൻ നമുക്ക് കഴിയില്ല, ഒന്നും കഴിയില്ല. അപ്പൊ വിഷയം എന്ത് ചെയ്യണം? നമുക്ക് ബാധിക്കാത്ത കോലത്തിലാക്കുക. ഒന്നും നമുക്ക് മാറ്റാൻ തിരുത്താൻ കഴിയില്ല. മുഅ്മിനെ ചിന്തിക്കണം. واذكر اسم ربك وتبتل إليه تبتيلا رب المشرق والمغرب لا إله إلا هو فاتخذه وكيلا. കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഉടമസ്ഥനുണ്ടല്ലോ അല്ലാഹു. ഫത്തഖിറുഹു വകീല. അവനെ തന്നെ നീ ഭരമേൽപ്പിച്ചോ, നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. വസ്ബിർ അലാ മാ യഖൂലൂൻ. ആരൊക്കെ ഭീഷണിപ്പെടുത്തിയാലും ക്ഷമിക്കുക. വഹ്ജുറുഹും ഹജ്റൻ ജമീല. എന്ത് നടന്നാലും നിനക്കൊന്നും പറ്റൂല. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. പ്രതിസന്ധികളെ അള്ളാഹു പരിഹരിച്ചു തരട്ടെ. വിഷയത്തിലേക്ക് തിരിച്ചു വരി. ഇനി ഞാൻ 1-2 കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കും. പ്രതിസന്ധികളെ കാലത്ത് നമ്മൾ സദാസമയവും ആരിലേക്ക് മടങ്ങണം? ഇവിടെ പറഞ്ഞത് കേവലം 4 ദിക്റിൽ പോയാൽ പോരാ. രാവും പകലും ആരിലാവണം ചിന്ത. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ദയവായി രാത്രികാലത്തെ പന്ത് കളികൾ അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിച്ചേ തീരൂ. എന്തുകൊണ്ട്? യുവാക്കൾക്ക് ബോധമില്ലാത്ത ഒരു ജനതയിൽ അള്ളാഹുവിന്റെ ഹലാക്ക് ഉറപ്പാണ്. അള്ളാഹു കാക്കട്ടെ. ഒരു ജനതയിലെ ഏറ്റവും അള്ളാഹു തആല ശക്തി കൊടുത്ത വിഭാഗം ആരാണ്? യുവാക്കളാണ്. യുവാക്കൾക്ക് ബോധമില്ലാത്തൊരു ജനതയിൽ അള്ളാഹിന്റെ അദാബ് ഇറങ്ങും. സംശയിക്കണ്ട. രാത്രികാലങ്ങളിൽ അള്ളാഹുവിന്റെ ശിക്ഷ വരാൻ സാധ്യതയുള്ള കാലത്ത് രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പോലും പാടില്ല. ഉറങ്ങിയവരെ വിമർശിച്ചായിട്ടുണ്ട്. ആയത്തോലി തരാം. പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ അവരങ്ങനെ തികച്ചുറങ്ങുന്നതെന്ത്? എന്റെ ശിക്ഷ വരാൻ സാധ്യതയുള്ള സമയമാണെന്നറിഞ്ഞിട്ടും അവരങ്ങനെ തികച്ചുറങ്ങുന്നതെന്ത്? സൂറത്തുൽ അറാഫ്. മനസ്സിലായില്ല? എന്റെ ശിക്ഷ വരുന്ന സമയമാണെന്നറിഞ്ഞിട്ടും ഈ നടക്കണതൊക്കെ ആരെ ശിക്ഷയാണ്? പറയും മനുഷ്യൻ, ആരെ ശിക്ഷ? എന്നിട്ടും വഹും നായിമൂൻ, അവർ രാത്രി മുഴുവനും ഉറങ്ങുന്നതെന്ത്? നമുക്ക് ആ ബോധം ഉണ്ടായോ? നമുക്ക് ബോധമുണ്ടാ? നമ്മളിപ്പോൾ നടത്തുന്ന സംഗതി ഉച്ചന് ശേഷം അസറിന് ശേഷം നമ്മൾ അങ്ങാടി കൂടെ ഒരു പ്രകടനം നടത്തിയിട്ട് പ്രകടനം കഴിഞ്ഞ ഉടനെ നമ്മളെ ഓരോരുത്തരും നല്ല ബ്രോസ്റ്റിൻ്റെ പീടിയൊക്കെ ഇങ്ങനെ കയറി നമ്മളതൊക്കെയാണ് തിന്ന് വൈകുന്നേരം റായത്തായി തിരിച്ചുപോയി ഇതൊക്കെ സലാമത്തായി എന്നും പറഞ്ഞ് നമ്മളങ്ങനെ നടക്കും. നമ്മളെ കുട്ടികളോ ഓരോ ദിവസം പുതിയ പന്തളി ഗ്രൗണ്ടാണ് കോഴിക്കോട് ഉണ്ടാകുന്നത്. ഓരോ ദിവസം പുതിയ പന്തുകളി ഗ്രൗണ്ട് ഉണ്ടാകുന്നത് കോഴിക്കോട്.
ആകെ ഈ നട്ടപ്പാതിരൊക്കെ പന്ത് കളി കണ്ട ഉറപ്പിച്ചോളി, അത് മുഴുവനും മാപ്പിള മക്കളായിരിക്കും. കാരണം അവർക്ക് ഉത്തരവാദിത്തമില്ല, അവരെ നിയന്ത്രിക്കാൻ ആളില്ല, അവരൊരു മൂല്യം പറഞ്ഞാൽ കേൾക്കൂല, ഒരു തങ്ങൾ പറഞ്ഞാൽ കേൾക്കൂല. മറ്റവരങ്ങനെയല്ല, മറ്റവർക്ക് നേരെ മൊത്തം പണിക്കോണം. അവർ പന്തളിക്കൂലാണ്, കളിക്കും, പക്ഷേ അതിനൊരു പരിധിയുണ്ട്. രാത്രി 2 മണി 3 മണി 4 മണി നേരത്ത് ഗ്രൗണ്ടിൽ ആർപ്പും വിളിയിട്ട് കളിക്കണണ്ട ഉറപ്പിച്ചോളി. ഇവരാരാണ് പറയാ? മാപ്പിളാക്കളാണ്. മുസ്ലിം എന്ന് പറയണ്ട, അത് ഇബ്രാഹിം നബിയുടെ പേരാണ്. ഈ ജാതി അമുക്കൾക്ക് പറയുന്ന പേരല്ല. അന്തിക്ക് തൊള്ളയും വിളിട്ടി കളിക്കണ അമുക്കളില്ലടാ, ആ ജാതി അമുക്കൾക്ക് പറയുന്ന പേരല്ലടാ മുസ്ലിം. മാപ്പിള എന്ന് പറഞ്ഞടാ, എന്ത് പറയണ്ട, മുസ്ലിം എന്ന് പറയണ്ട.